മാന്യ സദസ്സിനെ എന്റെ വിനീതമായ കൂപ്പുകൈ. ആദരണീയരായ അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ആഗോളതാപനവും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും ചില വാക്കുകൾ സംസാരിക്കുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതിനായി എനിക്ക് അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ് ആഗോളതാപനം. നമ്മുടെ ഭൂമിയുടെ ചൂട് നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് പോലുള്ള ഹരിതഗ്രഹവാതങ്ങൾ ഇന്ന് അന്തരീക്ഷത്തിൽ വർദ്ധിച്ചു വരികയാണ്. സൂര്യനിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് രശ്മികളെ ഇവ തടഞ്ഞു നിർത്തി ഭൂമിയുടെ ചൂട് ഇവ വർദ്ധിപ്പിക്കുന്നു. ആഗോളതാപനം മൂലം നമ്മുടെ ധ്രുവ പ്രദേശങ്ങളിലെ ഐസ് ഉരുകി തുടങ്ങിയിരിക്കുന്നു. ആർട്ടിക് പ്രദേശത്ത് ഇന്നുരുകുന്ന ഐസിന്റെ കണക്കനുസരിച്ച് നടത്തിയ പഠനത്തിൽ 2060 ആകുമ്പോഴേക്കും ഈ പ്രദേശത്ത് മഞ്ഞില്ലാതാകും എന്നാണ് പറയുന്നത്. 2035 ആകുമ്പോഴേക്കും ഹിമാലയത്തിലെ ഐസ് മുഴുവനും ഉരുകിത്തീരുമെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. ഇങ്ങനെ മഞ്ഞുപാളികൾ മുഴുവനും ഉരുകിത്തീർന്നാൽ വലിയൊരു കാലാവസ്ഥാ വ്യതിയാനത്തിന് നാം സാക്ഷ്യം വഹിക്കേണ്ടി വരും. മഴയെയും ഇന്ന് ആഗോളതാപനം വല്ലാതെ ബാധിച്ചു. കാലം തെറ്റിയുള്ള മഴ നമ്മുടെ കാർഷിക മേഖലയുടെ തകർച്ചയ്ക്കും ഇന്ന് കാരണമാകുന്നു. ഒരു ഭാഗത്ത് കൊടും ചൂടും വരൾച്ചയും, മറുഭാഗത്ത് പ്രളയവും പേമാരിയും ആഗോളതാപനത്തിന്റെ മുഖ്യ കാരണമാണ്. ഈ അവസ്ഥയെ മറികടക്കണമെങ്കിൽ നാം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചേ മതിയാകൂ. വനങ്ങളെ സംരക്ഷിച്ചും മരങ്ങൾ നട്ടുപിടിപ്പിച്ചും നമുക്ക് നമ്മുടെ ഭൂമിക്ക് തണലേകാം. നന്ദി, നമസ്കാരം.